ഇത് മജാർ ഹട്ട് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് പ്രിൻസപ്പ് ഹട്ടിലേക്ക് പോകാൻ ഞാൻ ട്രെയിൻ കയറുന്നത്. ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ്, ജസ്റ്റ് 5 റുപ്പീസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കാണുന്ന ബ്രിഡ്ജാണ് വിദ്യാസാഗർ സേതു ബ്രിഡ്ജ്. ഹൂഗ്ലി നദിയിലൂടെയുള്ള രണ്ടാമത്തെ വലിയ പാലം. 822.96 മീറ്റർ നീളമുള്ള കേബിൾ സ്റ്റഡ് 6 വരി ടോൾ പാലമാണിത്. കൊൽക്കട്ടയും ഹൗറയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ പാലം 1992 തുറന്നു കൊടുത്തു. ഏകദേശം 388 കോടി രൂപ ചെലവാക്കിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൽക്കട്ടയിലെ ഒരു തുറമുഖമാണ്. ഇവിടെ ചരക്ക് കപ്പലുകൾ വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടുന്ന് പാർസലായിട്ട് അയക്കുന്നുമുണ്ട്. പ്രിൻസപ്പ് ഹട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ആയിരത്തി 1841 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഹൂഗ്ലി നദിക്കരയിൽ കൊൽക്കട്ട തീരത്ത് നിർമ്മിച്ച ഒരു സ്മാരകമാണ് പ്രിൻസപ്പ് ഹട്ട്. പ്രശസ്ത ആംഗ്ലോ ഇന്ത്യൻ പണ്ഡിതനും പുരാവസ്തു ഗവേഷകനുമായ ജെയിംസ് പ്രിൻസപ്പിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം. 1843 ഇതിന്റെ പണി പൂർത്തിയാക്കി. കൊൽക്കട്ട ധർമ്മത്തലയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്ത് ആണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓട്ടോ, ടാക്സി, ബസ് മാർഗവും ഷിയൽദയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗവും ഇവിടെ എത്താൻ കഴിയും.
ഒരു വൺ ഡേ പിക്നിക്ക് പോലെ വരാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. അത്യാവശ്യം നമുക്കിവിടെ നല്ല ഫുഡായി കഴിക്കാൻ പറ്റും, ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. Drive my car to my little job, and I find some peace in the stations that I throw on. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 6 മുതൽ ഈവനിങ് ഒരു 10 വരെ ഇത് ഓപ്പൺ ആയിരിക്കും. എൻട്രി ഫീസ് ഫ്രീ ആണ്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ആനയും അതിൻ്റെ കുട്ടികളും. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല കുറ്റിക്കാടുകളും അത്യാവശ്യം നല്ലൊരു വനത്തിൻ്റെ ഒരു ഫീലിംഗ് നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും കേട്ടോ. ഇവിടെയാണ് ബോട്ടിംഗ് സർവീസ്. പ്രൈവറ്റ് ബോട്ടിന് ഏതാണ്ട് ഒരു 400 റുപ്പീസാണ് ചാർജ് ഉള്ളത്. ഇതൊരു പാർക്കാണ്. ഈവനിങ് ഇവിടെ നല്ല ലൈറ്റിങ്ങും അത്യാവശ്യം നല്ല ഷോപ്പുകളൊക്കെ ഉണ്ടാകും. എൻ്റെ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.